ഒരെത്തും പൊടിയും കിട്ടണില്ല. എന്നാലും നൂറൊക്കെ എവിടുന്നേക്കാർ അത്രയും തോന്നെ പൈസ. ഇന്നലെ സ്ഥലം കാണാൻ പോയപ്പോൾ ഈ കുട്ടിയൊന്നും പറഞ്ഞില്ല, എവിടുന്നാണെന്നും പറഞ്ഞില്ല, എന്താണെന്നും പറഞ്ഞില്ല. സ്ഥലം കാണാൻ തിരക്കടില്ല, പക്ഷെ ഈ 5 ലക്ഷം ഉറുപ്പ്യ അവൾക്ക് അവിടുന്ന് കിട്ടണമെന്ന് അറിയണ്ടേ. അതിനെ പറ്റിയ കുട്ടി ഒന്നും മുണ്ടണില്ല. ഉമ്മ പേടിക്കണ്ട, എൻ്റെ കയ്യിലുണ്ട് എന്ന് മാത്രല്ലാതെ പറയണില്ല. എവിടുന്നാണെന്നോ എന്താണെന്നോ ആരിടുന്ന കടം വാങ്ങണമെന്നോ ഒന്നും പറയണില്ല. മനസ്സിനൊരു സമാധാനമില്ല. ഇനി റിനുവിനോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവോ? അല്ല, ഇപ്പൊ ഏട്ടത്തി അഞ്ചത്തി ഒരു കയ്യാണല്ലോ, ഓളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? ഇനി ഇമ്മൂട്ടി പറഞ്ഞ പോലെ വല്ല ഏടാക്കൂടയിലും ചെന്ന് പെട്ടെൻ്റെ കുട്ടി. ഒന്നിന്റെ നാണക്കേട് ഇപ്പൊ മാറി വരണുള്ളൂ, അതിന്റെ ഇടക്ക് ഇവളിഞ്ഞ എന്തെങ്കിലും നാണക്കേട് വരുത്തി വെക്കോ? ഒരു സമാധാനയല്ലോ പടച്ചോന്. എന്തായാലും വേണ്ടിയില്ല, ഒന്ന് ചോദിച്ചു നോക്കട്ടെ റീനുവിനോട്, ഞോളോട് എങ്ങാനും പറഞ്ഞിക്കണോന്ന്. മനസ്സിനൊരു സമാധാനം കിട്ടണ്ടേ. റിനുവാ, 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 എടി ഇമ്മ, നിങ്ങൾ ഇന്നെ തന്നെയല്ലേ വിളിച്ചേ? പിന്നെ അന്നല്ലാതെ റിനു എന്ന് പറഞ്ഞ വേറെ ഏതെങ്കിലും മക്കളെ ഈ പേരന്റെ ഉള്ളിൽ ഉണ്ടാ? ഇതല്ലാതെ പിന്നെ എന്നോട് നൂറ് എന്തേലും പറഞ്ഞീന്നാ? എന്തു പറയാനമ്മ? അല്ല, നമുക്ക് ഈ സ്ഥലം വാങ്ങണ പൈസ എവിടുന്ന അവൾക്ക് കിട്ടിയെന്നുള്ളതേ അങ്ങനെ എന്തെങ്കിലും എന്നോട് പറഞ്ഞീന്നാ? എന്നോടാണല്ലോ നൂറപ്പ എല്ലാ കാര്യങ്ങളും പറിച്ചില്. എന്നോട് നൂർത്താത്ത അങ്ങനത്തെ വർത്താന്ന് പറഞ്ഞിട്ട് എന്തിയേ? ഇമ്മകളോടുള്ള ദേഷ്യമൊക്കെ മാറിയ? ഭയങ്കര ദേഷ്യം അമ്മയും മകളും കൂടി. ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയ? മൂത്ത മകൾ സ്ഥലം എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് മിനിയാ നിന്നോട് പറഞ്ഞ് ഞാൻ ജോലിക്ക് പോട്ടേന്ന് ചോദിച്ചപ്പോൾ ഇത്തന്നോട് പറഞ്ഞ് ഈ ജോലിക്കൊന്നും പോണ്ട, കോളേജിൽ പോയി പഠിച്ചാണ്ടി പൈസ നൂർതാത്തന്നെ കൊടുത്തോളാന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നോ നാളൊക്കെ ആയിട്ട് കോളേജിൽ വീണ്ടും ഞാൻ ചേർത്തരാന്നൊക്കെ പറഞ്ഞ്. വേറെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ആ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവുള്ളൂ ഉമ്മാന്റെ കുട്ടിക്ക്, കോളേജിൽ പോവാത്തതിന്റെ. അതിന്റെ നൂറൊക്കെ ഇപ്പൊ എല്ലേതും തേഞ്ഞിരിക്കുകയാണല്ലോ. ഇനിയിപ്പൊ അന്യം കൂടി കോളേജിൽ പറഞ്ഞയക്കാഞ്ഞിട്ടുള്ള ബാക്കിയൊക്കെ ഓൾക്ക് ഇപ്പൊ എല്ലതും സമാധാനായി. അന്റെ താത്താക്ക് വേറെ പണിയൊന്നുമില്ല. ഒരു പ്രാവശ്യം വാപ്പന്നെ കോളേജിൽ പറഞ്ഞയച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് എന്താ ഉണ്ടായത്? ഈ നാടും വീടും മൊത്തം പേരുദോഷം കണ്ട് കേൾപ്പിച്ച് ഉമ്മാന്റെ കുട്ടി. ഇനിയിപ്പൊ രണ്ടാമത്തെ തവണയും കൂടി പേര് കേൾപ്പിക്കാനാവും അന്നെ ഒന്നുകൂടിയും താത്ത കോളേജിൽ കൊണ്ടാക്കണത്. എല്ലേതും തേഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പൊ. കോളേജിൽ കൊണ്ടാക്കാന്റെ താത്ത തീരുമാനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോളേജിൽ തന്നെ കൊണ്ടാക്കും. അതിപ്പോ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓള് സ്വീകരിക്കൂല. എന്നാലും ഉമ്മാന്റെ കുട്ടിനോട് ഒരു കാര്യം പറയാണ്, പണ്ടത്തെ പോലെ എന്തെങ്കിലും പേരുദോശ കേൾപ്പിക്കാനും വേണ്ടാത്ത പണിക്ക് നിൽക്കാനാണ് ഉമ്മാന്റെ കുട്ടി ഇനി കോളേജിലേക്ക് പോണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കുട്ടി ഈ പേരന്റെ പടി പുറത്തിറങ്ങണ്ട. വെച്ച നാണം കെടാനും മനസ്സിനെ എല്ലാം കൊണ്ടും വെയ്യാഞ്ഞിട്ടാണ്. അതാണ് ഉമ്മാന്റെ കുട്ടിനോട് പറഞ്ഞത്. ഇല്ല, മകള് ഒരു വേണ്ടാത്ത പണിക്കെടുക്കൂല. മകൾ അടുത്ത് ചാടിയോട് പോയിക്കോളും, വേറെ ഒന്നും ചെയ്യൂല. അവിടെ പോയിട്ട് 4 ദിവസം നിന്നിട്ടേ അടുത്ത പേര് അയിതായിട്ട് വന്നോളൂ. വേണ്ടാത്ത പണി എടുക്കരുത്. ഇപ്പൊ കോളേജിലും കൂടി ചേർക്കണ്ടോളൂ. ഈ പണിന്റെ അടുത്ത് വന്ന അത്രയും തോന്നെ പൈസ, 5 ലക്ഷം അഞ്ചത്തിന് കോളേജിൽ പഠിപ്പിക്കാനും അതിന് വല്ല വേറെ പണി ഉണ്ടാകും സൂറാത്താടല്ലാതെ. ഇമ്മ, നിങ്ങളിന്നോട് പൊറുക്കി. ഇക്കറിയാ ക്ഷമിക്കാൻ പറ്റണ തെറ്റല്ല ഞാൻ ചെയ്തിക്കണെന്നുള്ളത് ഈ കുടുംബത്തിനോട്. ഇമ്മ പൊറുക്കി മങ്ങളിനോട്. ഞാൻ അന്ന് അറിഞ്ഞോട് പറഞ്ഞതല്ല ഉപ്പാനോട് അങ്ങനെയൊന്നും. അപ്പത്തെ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊന്നും കാട്ടുന്നു ഞാൻ കരുതിയും ചെയ്തിട്ടില്ല. എൻ്റെ ഉപ്പക്ക് ജീവനായിരുന്നില്ലമ്മ. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാതെ ഉപ്പാനെ മനസ്സ് വിഷമിപ്പിക്കുമെന്ന് കരുതിയിട്ടോ അങ്ങനൊന്നും പറഞ്ഞു പോയതല്ല.
അപ്പൊ തന്റെ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ പറഞ്ഞതേന്ന്. എന്നോട് ക്ഷമിക്കുമ്മ. ഓ പിന്നെ എന്നിട്ടാണല്ലോ സ്വന്തം വാപ്പാന്റെ മുഖത്തേക്കിട്ട് അങ്ങനത്തെ വർത്താനം പറഞ്ഞത്. പൊറുക്കാൻ പറ്റുന്ന തെറ്റാണാ ഉമ്മാന്റെ കുട്ടി ചെയ്തത്? അല്ലല്ലോ. എന്നാ പിന്നെ അതിനെ പറ്റി ഉമ്മാന്റെ കുട്ടിയെ കൂടുതലൊന്നും പറയാതിരിക്കാണ് ഏറ്റവും നല്ലത്. ഞാപ്പേ ഇതിനെ പറ്റി ചോദിക്കാനോ പറയാനോ ഒന്നിനും അല്ല പന്റെ അടുത്തേക്ക് വന്നത്. ഇമ്മാന്റെ കുട്ടി ഉമ്മാനോട് സത്യം പറയണം. നൂർത്താത്ത എന്റെ കൂടല്ലേ കെടുക്കല്. ഉമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഉള്ളതാണെങ്കിൽ ഉള്ളതുപോലെ പറയണം. നൂർത്താത്തെ രാത്രി ആർക്കെങ്കിലും ഫോൺ വിളിക്കലുണ്ടാ? നൂർത്താത്ത ആർക്ക് വിളിക്കണേ? ആ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ കൊണ്ട് തോന്നണേ. വെറുതെ റീനുവിനോട് ഈ ചോദ്യം ചോദിക്കണത്. ആർക്കും ഇല്ല, ഞാൻ ചോദിച്ചെന്ന് തന്നെ ഉള്ളു. നീ നൂർദാത്ത് ഇങ്ങോട്ട് വരുമ്പോത്തിനെ അത് പറയാൻ നിക്കണ്ട, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ തൊള്ളേന്ന് വീണ് പോയതാണ്. ചോദിക്കാൻ നിന്ന എന്തായാലും അത് നന്നായി. വരണ്ട. ഇമ്മപ്പ എന്താ അങ്ങനൊക്കെ ചോദിച്ചേ? നൂറിനൊരു സംശയം പോലെ. ഇത്രയും കാലില്ലാത്തൊരു ചോദ്യം. ഇനി ഇമ്മൂട്ടി എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്താ? അതും തന്നെ ഞാൻ അറിയണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇമ്മ ചോദിച്ചാതിരുന്നപ്പോ ഞാനും കരുതിയില്ല ഇമ്മ മറന്നിട്ടുണ്ടാവുന്നുള്ളത്. അറിയണല്ലോ പെണ്ണിന് വല്ല കള്ളക്കാമകനുണ്ടോ എന്നുള്ള 100% ഉറപ്പാണ്. അല്ലാതെ 5 ലക്ഷം രൂപ ഒറ്റടിക്ക് ഓടുന്നതാണ്. ഉണങ്ങാതെ ആ റൂമിൽ ഇങ്ങനെ ഇടുകയെന്നല്ല, അതോള് വെയില് കണ്ടെന്ന് ഉണക്കും കൂടിയില്ല. അച്ഛർക്ക് അങ്ങോട്ട് എടുത്തോടും. നേരം വെളുത്ത അങ്ങനെ ഫോണിലും വർത്താനം പറഞ്ഞിരിക്കും. ആ കുട്ടി ഇടാൻ നേരത്തെ ഇങ്ങനെ പരക്കം പായും കിടന്നിട്ട്. എന്നാണെങ്കിൽ വെയിലും എന്നലത്തെ അത്ര. ഉള്ള നേരം കുഞ്ഞോനോട് എന്തെങ്കിലുമൊക്കെ കൊള്ളും കൂട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഉമ്മാക്കും വിളിച്ച് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാവും. ഇമ്മ സ്ഥലം ഏതായാലും നല്ല അടിപൊളി സ്ഥലമാണല്ലമ്മ. ഇക്കിഷ്ടായി. ആ, ഇക്കും ഇഷ്ടായി സ്ഥലം. ചുറ്റുപാട്ടത്തൊക്കെ നല്ല ആളുകളുണ്ടല്ലോ. കുഞ്ഞുകാക്ക് ഞാൻ ഫോണിലെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിന്നമ്മ. കുഞ്ഞുകാക്കും പറഞ്ഞ് കുഞ്ഞുകാക്ക് നല്ല ഇഷ്ടായിക്കണ്, നല്ല അടിപൊളി സ്ഥലമാണ് എന്നുള്ളത്. 2 തെങ്ങുണ്ടല്ലോ. കുഞ്ഞുകാക്ക് ഇനിയിപ്പേ ഈ മാസം ഫസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പോത്തിന് വരേണ്ടി വരില്ലമ്മ. ഇനിയിപ്പോ ബിലുവിനോട് പറയാന്നുണ്ടെങ്കില് ബിലുവിനെ നിലത്തൊന്നല്ലേക്കാരം ബിലു അത്രയും സന്തോഷം. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുവാക്കാന്ന് പറയുമ്പോത്തിന് ചെക്കൻ ജീവൻ കളയുന്ന ആളാണ്. അതെന്തിനാ മൂട്ടിയെ കുഞ്ഞോ വരണത്? ഇമ്മെന്താമ്മ ഇങ്ങനൊക്കെ ചോദിക്കണത്? റേഷറിന് കുഞ്ഞുവാക്ക വേണ്ടി വരൂലേ? കുഞ്ഞുവാക്കാന്റെ പേരിൽ സ്ഥലം എടുക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്തിങ്ങനൊക്കെ ചോദിക്കണ്? അതിന് കുഞ്ഞോന്റെ പേരിലാണ് സ്ഥലം എടുക്കണെന്നുള്ളതേ നൂറ് പറഞ്ഞോ? ഇജ്ജ് ഒന്നും പറയാതെ എന്തിനാണ് ഇപ്പൊ ഓനങ്ങോട്ട് വെറുതെ വിളിച്ചേർത്തുന്നത്? ഓ എടുക്കണ പണി അവിടെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? നൂറ് എന്തെങ്കിലും എന്നോട് പറഞ്ഞീന്നാ കുഞ്ഞോന്റെ പേരിലാണ് സ്ഥലം എടുക്കണെന്ന് എങ്ങാനോ? അല്ലെങ്കിലും നൂറ് വാങ്ങണ സ്ഥലം എങ്ങനെ കുഞ്ഞോന്റെ പേരിൽ എടുക്കല്? അത് നൂറിന്റെ പേരിലല്ലേ എടുക്കല്? കുഞ്ഞോൻക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കില് കുഞ്ഞോൻ നയിച്ചുണ്ടാക്കി എടുക്കണ്ടേ? അല്ലാതെ നൂറ് വാങ്ങിയ സ്ഥലത്തിനും മോയിച്ച് നടന്നിട്ട് കാര്യണ്ടാ? അല്ലമ്മ, ആരാന്റെ പേരേക്ക് കല്യാണം കഴിച്ചു വിടണേ നൂറൊക്കെ എന്തിനാ അമ്മ നൂറിന്റെ പേരിൽ സ്ഥലം? പിന്നെ അതുമല്ലേനു ഇമ്മാനെ നോക്കാനുള്ളതേ ഞാനും കുഞ്ഞോങ്കാക്കും തന്നെ അല്ലേ. അല്ലാതെ ആരാന്റെ പേരേക്ക് കെട്ടിച്ചുവിട്ടേ അവര് വന്ന് നോക്കൂലല്ലോ നിങ്ങളെ. നൂറനിപ്പൊ കല്യാണം കഴിച്ച് വിട്ടുക്കണിച്ചിട്ടേ ഓളെ പേരിലെ സ്ഥലം പറമ്പൊന്നും പാടില്ല എന്നുള്ളതേ എവിടെങ്കിലും എഴുതി വെച്ചിക്കണ? ആരാം പെൺകുട്ടികൾ ആരാന്റെ പേരെ കട്ടിക്ക് വിടുമ്പോൾ ഓരോ പേരിൽ ഒരു മുതലും പാടിയാന്ന് എവിടെങ്കിലും എഴുതി വെച്ചീന്നാ?
അനക്ക് വേറെ പണിയൊന്നും ചെയ്യ പെൺകുട്ടിയെ. ഇനിയിപ്പോ ഈ സ്ഥലം ആരെ പേരിൽ വാങ്ങുന്നുള്ള പ്രശ്നമാവും അടുത്തത് ഈ പെരന്റെ ഉള്ളിൽ. തള കൊണന്ന് അങ്ങോട്ട് പോവുകയാണല്ലോ. തളക്ക് ഇപ്പോഴും നൂറനൂറിന് ചായ്വ്. തള വയസ്സുകാലത്തെ ഒരു തുള്ളി വെള്ളം തൊട്ടുവരാനേ ഞാനും കുഞ്ഞുങ്കാക്കി തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളെ ഈ ഒളിച്ചോടി പോയ റീനും ഉണ്ടാവില്ല, ഓരോരോ പേരൊക്കെ പണിക്കോണം നൂറ് ഉണ്ടാവില്ല, ഈ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. കാലം കുഞ്ഞുങ്കാക്ക ഐറ്റങ്ങളെ നോക്കുന്നതാണ് നിങ്ങളെ വിചാരം. എങ്ങനെയാണ് ഈ സ്ഥലേ കുഞ്ഞുങ്കാക്കാന്റെ പേരിലാക്കേണ്ടതെന്നുള്ളത് എനിക്ക് നല്ല അറിയാം. അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെല്ലാം പ്രശ്നം ഈ പെരയിലുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഉണ്ടാക്കും. കാണിച്ചരുതാള നിങ്ങൾക്ക് പെമ്മക്കളോടുള്ള സ്നേഹം. നാളെന്തേ കർമ്മ അങ്ങനെ വന്ന് ചോദിച്ചത്. പിന്നാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇമ്മയും വന്നിട്ടില്ല. മനുഷ്യൻ ഉമ്മ ഇമ്മ വേറൊക്കെ അവിടെ. ആ നൂറ വന്ന ഉമ്മ ഇങ്ങോട്ട് ഇമ്മക്ക് അവിടെ പോയി കിടക്ക. ഒറ്റൊന്നും വിളിച്ചാ ഉപയോഗിക്കൂലല്ല. ആ റിനിയോ നാളെ പോട്ടെ നമുക്ക് കോളേജിക്ക്. ആ അത് കുഴപ്പമില്ല നൂറത്താ. ഇമ്മിമ്മൂട്ടി അവിടെ റിനിയോ ഞാൻ വന്ന പാട് വിളിക്കലോടത്തിയാണ്, ആരും വിളിയേക്കണില്ല. ഇമ്മൂട്ടി ഞാൻ ഉറങ്ങിയ പുറത്തൊന്നും കാണായ്യ. ഞാൻ പോയി കുളിക്കട്ടെ. ഇന്ന് സൂറാത്താന്റെ പറമ്പ് മൊത്തം അടിക്കലേന്ന് പണി. രാവിലെ നിന്നതാണ്, വയ്യ. ഞാൻ കുളിച്ചിട്ട് വരട്ടാ. ആ പിന്നെ ഇത്ത ഇമ്മനോടെ എന്നെ പറ്റി ഒരു കാര്യം ചോദിച്ച്. സ്ഥലം വാങ്ങാനുള്ള പൈസ അനക്ക് അവിടുന്ന് കിട്ടിയെന്നുള്ളതൊക്കെ ചോദിച്ച്. ഇന്നോട് ഈ എന്തെങ്കിലും പറഞ്ഞിന്നോന്നൊക്കെ. പിന്നെ രാത്രി ആകുമ്പോ എനിക്ക് ആരെങ്കിലും വിളിക്കലുണ്ടോന്നൊക്കെ ചോദിച്ചു ഉമ്മ. ആ എന്തമ്മ ഇപ്പൊ അങ്ങനൊക്കെ ചോദിക്കാൻ കാരണോ? ആ എൻ്റെ ആള് വന്ന ഉമ്മ ബാക്കിലുണ്ടായിന്ന്. ബാക്കിലേ ഉള്ള ഓൽക്കോടി ഉണ്ടായില്ലേ എന്നാള് നമ്മള് കൊത്തിയിടിഞ്ഞു വെച്ചത്, അതൊന്നായിട്ട് നനഞ്ഞിക്കണ് നിലത്തെ മയക്ക്. ഞാനാണെന്നുണ്ടെങ്കിൽ ഏറേത്തൊക്കെ എടുത്ത് വെക്കാനും മറന്നുപോയി. ആകെ നനഞ്ഞിക്കണ്. അതൊക്കെ ഒന്ന് പരത്തിയിടേന്നു ഉമ്മ. ഇങ്ങക്കിന്നെ സംശയാണമ്മ? സംശയോ? എന്താമ്മ ഇങ്ങക്ക് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇല്ലേ? ഈ സ്ഥലം വാങ്ങാനുള്ള പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കിക്കണെന്ന് ഞങ്ങൾ കരുതിക്കണേ? എടി ഇമ്മ അത് എന്തെങ്കിലും അറിയാണ്ടെങ്കിലേ എന്നോട് ചോദിച്ചൂടായി നമ്മ അങ്ങക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യുമ്മ, ഇന്ന് മുതലേ ഇന്റെ റിനുവിന്റെയും കൂടെ കിടന്നോളി നിങ്ങള്. അപ്പൊ നിങ്ങക്ക് അറിയാം ഞാനേ രാത്രി ആകുമ്പോളേ ആർക്കോ വിളിക്കുന്നുണ്ട്, ആരോടൊക്കെ വർത്താനം പറയുന്നുണ്ട്, ഞാൻ എന്താ വർത്താനം പറയണെന്നൊക്കെ നിങ്ങക്ക് അറിയാം. അതാകുമ്പോ റിനുവിനോട് ഇങ്ങനെ ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എടി ഇമ്മ അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ച് ചോദിച്ചതല്ല. വേണ്ടമ്മ, ഇനി ഇതിനെ പറ്റിയിട്ടേ നിങ്ങൾ ന്യായീകരിക്കണം എന്നില്ല. ഇമ്മുട്ടിയ അനക്ക് ഇനിയില്ലേ ഭയങ്കര സംശയം ഞാൻ ഈ സ്ഥലം വാങ്ങാളെ പൈസ എവിടുന്ന് ഉണ്ടാക്കിന്നുള്ള. പറഞ്ഞപ്പോ അധികം പ്രശ്നമായ ഓർത്തതൊക്കെ സങ്കടമായി തോന്നും. ഇമ്മൂട്ടിന്റെ കൊത്തിത്തിരിപ്പന്നാവും. അനക്കിപ്പോ സമാധാനായില്ല മുട്ടിയ. ഇമ്മാന്റെ ഉള്ളിലെ ഇങ്ങനെ ഒരു വിഷവിത്ത് കുത്തിവെച്ചപ്പോള് എനിക്ക് സന്തോഷായില്ലേ? ഇതൊക്കെ അതിൽ ഈ ആഗ്രഹിച്ചിരുന്നത്. നൂറ അതിന് ഞാൻ ഉമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ മുട്ടിയ ഇങ്ങനെ മുഖത്ത് നോക്കിയാണ്ട് പച്ചക്കള്ളം പറയുന്നത്? അറിയാൻ പാടി അങ്ങനെ ചോദിക്ക. അനക്കെന്നെ കുറച്ച് ഉളുപ്പില്ല ഇങ്ങനെ നുണ പറയണേന്. ഈ മിഞ്ഞാന്നേ ഇമ്മാനോടെ ഇതിനെ പറ്റി സംസാരിക്കണതേ
ഞാൻ ഫുള്ള് കേട്ടതാടി. എന്നിട്ടും ഞാൻ എന്നോട് അതിനെ പറ്റി എന്താ ചോദിക്കാഞ്ഞത് പറയാഞ്ഞോന്നറിയാം. ആരെന്നെ സംശയിച്ചാലേ, ഈ ലോകം മൊത്തം എന്നെ സംശയിച്ചാലേ എന്റെ ഉമ്മ എന്നെ സംശയിക്കൂലെന്നുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടായിന്. ഒക്കെ വെറുതെയാണ്. അവസരം കിട്ടിയാലേ ഒക്കെ കണക്കാ അല്ലമ്മ. എടി ഇൻ്റെളെ സംശയിച്ചിട്ടൊന്നല്ലമ്മ. പിന്നെ ഇതിന് സംശയം എന്നല്ലാതെ വേറെ എന്താ അമ്മ പറയല്? രാത്രി ആവുമ്പോളേ നൂറേ ആർക്കേലും വിളിക്കുണ്ടോന്നുള്ളതേ റിനുവിനോട് വന്ന് ചോദിക്കലേ ഇതിന് സംശയം എന്നല്ലാതെ വേറെ എന്തെന്നാ പറയേണ്ടത്? എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചുകൂടായിന. ഇമ്മ ഇങ്ങനൊക്കെ എന്നെ സംശയിക്കാന് അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് ഉമ്മ? ചെറുപ്പം മുതലേ വാടക പെരയില് നിന്ന് മടുത്തപ്പോ ഒരു സ്ഥലം കണ്ടപ്പോ അത് വാങ്ങാൻ കൊതിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇമ്മ കിട്ടണ പൈസ കൊന്നിക്കൂരി കൂട്ടിയേക്കണമാര് കൂട്ടിവെച്ച് കാണ്ടേ ഒരു കൂട്ടിങ്ങാണ്ട് ഒരു ചെറിയ സ്ഥലം കണ്ടപ്പോൾ വാങ്ങാൻ പൂതിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റുമ്മ. അതോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇവളൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴും അവളെ ഉപേക്ഷിച്ചപ്പോൾ ഭ്രാന്ത് പോലെ ആയപ്പോൾ ഇവളെ ചികിത്സിച്ച് എല്ലാ രോഗങ്ങളും മാറ്റി ഞാൻ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതോ ഇങ്ങക്കൊക്കെ വേണ്ടിയിട്ട് എന്റെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിച്ചിട്ട് ജയിച്ചതാണ്. അതേറ്റാണ് ഞാൻ ചെയ്ത തെറ്റിങ്ങക്ക്. സത്യം പറഞ്ഞാല് എന്താ ഞങ്ങൾക്കൊക്കെ ചെയ്ത തെറ്റിന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കി അമ്മ. ഇമ്മ അവളോട് ഇങ്ങനൊക്കെ വന്ന് ചോദിക്കാൻ മാത്രം എന്തമ്മ ഈ പെരയില അതിന് മാത്രം ഉണ്ടായത്? ഇമ്മ എപ്പോഴും പറയില്ല, ഒളിഞ്ഞു മറിഞ്ഞു തെളിഞ്ഞൊക്കെ എപ്പോഴും പറയും. ഇടക്കും തലക്കൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. കേട്ട പാതി ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കല. ഞാൻ ഒന്നും നിങ്ങളോട് പറച്ചിലില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യലെന്നുള്ളത് ഇമ്മ എല്ലാവരോടും പറയലില്ല. എന്തിനാ പറയണത്? ഇമ്മൂട്ടിനോട് തന്നെ ഇടക്കും തലക്കൊക്കെ പറഞ്ഞിട്ടില്ല. ഇല്ലമ്മ. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ ആരോടൊന്നും ഉണ്ടാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ടത് ഇന്നങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് ബാക്കൊക്കെ മുട്ടിയ ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്തെങ്ങനെ ആവാൻ കാരണം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിച്ച്. എന്നെല്ലാരും കൂടി കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ ഹിമ ആലോചിക്കണത് നല്ലതാണ്. ഞാൻ എന്താ ആരോടൊന്നും പറയാത്തതെന്നുള്ളത് നല്ലതാണ് ആലോചിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാര് നിങ്ങളൊക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. എന്ത് വന്നാലും നൂറ കുറ്റക്കാരി, നൂറ് അങ്ങനെ ചെയ്ത്, നൂറെങ്ങനെ ചെയ്ത്, എല്ലാ കാര്യങ്ങളും നൂറാണ്. ഇമ്മൂട്ടിയ അനക്കല്ല അറിയേണ്ടത് ഈ സ്ഥലം വാങ്ങാനുള്ള പൈസ ഇക്ക അവിടുന്ന് കിട്ടിയിരിക്കണെന്നുള്ളത്. അതുകൊണ്ടല്ലേ ഇജുമ്മാനോട് ഇങ്ങനൊക്കെ പറഞ്ഞത്. ഈ സ്ഥലത്തിന്റെ പേരിലെ ഇക്ക നിങ്ങളെ കാമുകന് വരെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇക്ക അവിടുന്ന് പൈസ കിട്ടിയെന്നുള്ളത്. നൂറമ്മ പറഞ്ഞതേ മനസ്സിൽ വെച്ചിട്ടേ ആ സംശയം കൊണ്ടാണ് ഇമ്മപ്പ റിനുവിനോട് ഇങ്ങനൊക്കെ ചോദിച്ചത്. ഇതിനൊക്കെ ഉത്തരവാദി ഒറ്റ എത്തിയാണ്. എനിക്ക് അറിയേണ്ടത് ഇക്ക് കാമുക ഉണ്ടോന്നല്ലേ, ഇമ്മാക്കും അതല്ല അറിയേണ്ടത്. നിങ്ങൾ എല്ലാരും കേട്ടോളി, ഇക്കേ കാമുകുണ്ട്. ആ കാമുകനാണ് ഇക്ക് സ്ഥലം വാങ്ങാനേ 5 ലക്ഷം ഉറുപ്പ്യ തന്നത്. ഇപ്പൊ സമാധാനായില്ല മുട്ടി എനിക്ക്? ഇമ്മ നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായില്ല?
ഇനി ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞ ഈ കുഞ്ഞോനോട് നിങ്ങളെ പെങ്ങൾക്ക് ഒരു കാമുക ഉണ്ട് എന്നുള്ളത്. റിനുവിന്റെ കഴിഞ്ഞപ്പോളേ ഞാൻ തുടങ്ങിയേക്കുന്നുള്ളതേ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞ 10 അറ്റിക്ക് വിളിച്ച് പറഞ്ഞട്ടോ മുട്ടിയ. എന്നിട്ട് അവനോടൊക്കെ വിളിക്കാൻ പറയും. എല്ലാവർക്കുള്ള മറുപടി ഞാൻ അപ്പൊ തരണ്ട്, അവനക്ക് പ്രത്യേകിച്ച്. ഇമ്മ, അപ്പൊ അമ്മ സംശയിച്ച പോലെ നൂറൊക്കെ ശരിക്കും കാമുക ഉണ്ടാ? ഇമ്മുട്ടിയെ, എനിക്ക് വേറെ ഒരു പണിയില്ല. എല്ലാം അറിയാൻ പാടിയാഞ്ഞിട്ട് ചോദിക്കാണ്. എനിക്ക് ഈ പെരന്റെ ഉള്ളിൽ ഒരു പണി ചെയ്യാഞ്ഞിട്ടാണ് ഇങ്ങനൊക്കെ ചെയ്യണത്? അല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പെരന്റെ ഉള്ളിലത്തെ എല്ലാ പണി ഇമ്മയാണ് എടുക്കുന്നത്. അന്നെക്കൊണ്ടോ ഇന്നെക്കൊണ്ടോ പിന്നെ 100 ഇവിടെ പണി എടുക്കേണ്ട ആവശ്യമില്ല എന്നറിയാം. ആരെക്കൊണ്ടും എടുപ്പിക്കണില്ല. അപ്പൊ ഒരു പണി ഇല്ലാഞ്ഞിട്ടാണ് ഈ ഉമ്മാന്റെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തി വെച്ചിക്കണത്. ഈ കുഞ്ഞോ കാക്കാനെ തന്നെ കീ കൊടുക്കണ ഒരു പാവാക്കി മാറ്റി വെച്ചിക്കണ്. അതേപോലെ ഉമ്മാനി ആക്കാന്ന് കരുതിയെന്നജി. ഞാനൊന്ന് നാവ് കൊണ്ടി തുടങ്ങിയ ഞാൻ ഹലോ ഉമ്മ. ഇങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നൂറൊക്കെ എന്തോ ചുറ്റിക്കളി ഉണ്ട് എന്നുള്ളത്? അത് സത്യാണ് ഉമ്മ. ഉണ്ടല്ലമ്മ, എല്ലാരും മുഖത്ത് നോക്കി പറഞ്ഞ് അവൾക്കൊരു കാമുക ഉണ്ട് എന്നുള്ളത്. ഇമ്മൊക്കെ ആകെ അറിഞ്ഞു നിൽക്കമ്മ. ോട് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നൂറൊക്കെ ആ ചെക്കനേക്കാരൻ പൈസ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഉമ്മ എന്താ പറഞ്ഞ്? ഓ, അങ്ങനൊന്നും ഇല്ല, നൂറ് അങ്ങനൊന്നും ചെയ്യൂല എന്നുള്ളത്. ഇപ്പൊ എന്തായി? എല്ലാരും മുഖത്ത് നോക്കിങ്ങാണ്ട് ഇങ്ങളെ നൂറന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഉണ്ടല്ലമ്മ, കുഞ്ഞോങ്കാക്ക മാത്രമുള്ളൂ നല്ലത്. നൂറന്റെയും റിനുവിന്റെയും മനസ്സില് ഫുള്ള് കള്ളത്തരാണ്. ഇമ്മ ഒഴിച്ചിട്ട്. ഇമ്മാക്ക് അങ്ങനെ വല്ലാതെ കള്ളത്തരൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടുള്ളൂ, അല്ലാതെ വേണ്ടാത്ത കള്ളത്തരൊന്നുമില്ല. മക്കളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മറച്ചു വെക്കുക എന്നല്ലാതെ വലിയ കള്ളത്തരങ്ങളൊന്നുമില്ല. ആ നൂറിന്റെ മനസ്സിൽ ഫുള്ള് കള്ളത്തരമ്മ. അല്ലെങ്കിൽ ഓൾക്ക് അവിടുന്ന് എത്ര തോന്നെ പൈസ? കാമുകനല്ലാതെ വേറെ ആരും ഓൾക്ക് എത്ര 5 ലക്ഷം റുപ്യ കൊടുക്കല്? പിന്നെ ഇന്നെ ചൂടാക്കാന് ഇമ്മാക്കേ എന്തോ അവളോട് ഇത്രക്ക് സ്നേഹം എന്നുള്ളത് ഇക്ക് നല്ല അറിയാം. ഇമ്മാന്റെ അഞ്ചത്തിന് മോനക്കോണെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളേ പ്ലാനിങ് അല്ലേ. അങ്ങനെ പോളെ നമ്മളെ കുടുംബത്തേക്ക് വരണ്ട. ഇക്ക് ഇഷ്ടമല്ല കൊണ്ടാർത്തിനെ. അതിങ്ങള് ഓളെ നല്ലത് പറഞ്ഞത്. ഓ, എപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് നല്ലതാ, നൂറ് നല്ലത്. നിങ്ങക്ക് സ്വന്തം മോള് നല്ലതല്ലേ അല്ലേ? നൂറാണ് നല്ലത്. നിങ്ങളിപ്പോ എന്ത് വിചാരിച്ചിട്ടും കാര്യം, എങ്ങനെ ശ്രമിച്ചിട്ടും കാര്യം, നൂറനെ നമ്മളെ കുടുംബത്തേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കൂല. മേമാനോട് വിളിച്ചിട്ടേ ഞാൻ നല്ല പറയോളെ കുറ്റം എല്ലാന്ന്. ഓനക്ക് കുറച്ച് ചായ്വ് ഉണ്ടെങ്കില് അവിടെ നടന്നോട്ടോ. ഓനക്ക് അല്ലെങ്കിൽ നല്ല പെൺകുട്ടികളെ കാണുമ്പോഴേ കുറച്ച് ചായ്വ് കൂടുതലാണ്. അത് എങ്ങനത്തെ പെണ്ണാലും മതി, ഓനക്ക് പെണ്ണ് മതി. എന്നാ ശരി, ഞാൻ വെക്കാണ്. ഞാൻ നിങ്ങളും കൂടി ഇപ്പൊ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളും ഞാൻ തല്ലേ നടക്കുള്ളൂ. എപ്പോ നോക്കിയാലും ഒരു നൂറ. ഇവിടെ മറ്റുള്ള സ്ഥലം എടുക്കാണ്. സ്വന്തം മകൾക്ക് പേരിലാക്കി തരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തരുത്, അതൊന്നല്ല. നൂറ. ഞാൻ വെക്കണം. എന്നാ ശരി, ഉമ്മയാണാല. എല്ലാമാരും മക്കൾക്ക് എങ്ങനെയെങ്കിലും നിന്ന് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി പറഞ്ഞു കൊടുക്കാമല്ലോ. ഇത് അങ്ങനെയല്ല, ഇത് നൂറനും തലയിലേക്ക് നടക്കണം. ഇവിടെ എന്ത് മറിമായാണ് അവ എല്ലാവർക്കും കൊടുക്കുന്നത്? ശാശി ചട്ടി നീല.